ഡെത്ത്സ് ഗെയിമിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് മുതൽ കാണാനായിട്ട് പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരാള് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണ്. ഒരാളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ പിടിച്ചു വെച്ചിരിക്കുന്ന ആള് ഒരു കൊലപാതകയാണ്. അയാള് പെൺകുട്ടികളെ സെക്ഷലി അസോൾട്ട് ചെയ്യുകയും പിന്നെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യും. ആ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന ആളും നിങ്ങൾ ഡൊണേഷൻസ് ഒരുക്കി വെച്ചോളൂ, ഞങ്ങൾ ഇയാളെ കൊല്ലാനായിട്ട് പോവുകയാണ്. അല്ല കമന്റ് ചെയ്യുന്നവരും നിങ്ങൾ കള്ളമാണ് പറയുന്നത്, ഇത് ഫേക്കാണ് എന്നൊക്കെ പറയുമ്പോ അയാളും ഞങ്ങൾ നുണയല്ല പറയുന്നത്, ഇത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ അടിക്കുന്നതും ഒക്കെയുള്ള വീഡിയോ മറ്റൊരാളും ഷൂട്ട് ചെയ്യുന്നു. അവരങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം അവിടെ മറ്റൊരാൾ വരുന്നതായിട്ട് കാണിക്കുന്നു. അയാൾ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ പിടിച്ചു വെച്ചിരിക്കുന്ന കൊലയാളിയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ആ കൊലപാതകയും ഇയാളോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോ വന്നയാളും അയാളൊരു പെയിന്റർ ആണ്, എന്റെ അടുത്ത വർക്കിന് വേണ്ടി ഞാൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയായിരുന്നു. ആ മെറ്റീരിയലിന് ഡാമേജ് ഒന്നും വരരുതല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയത്. അത് കേൾക്കുമ്പോ ആ കൊലപാതകയ്ക്കും എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പെയിന്റർ ആ ഒരു കൊലപാതകയെ തട്ടിക്കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. അയാൾക്ക് ചുറ്റുമായി പെയിന്റിംഗ് ചെയ്യാനുള്ള ക്യാൻവാസും അയാൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊലപാതകയും ഉണർന്നു നോക്കുമ്പോ പെയിന്റർ അവിടെ നിൽക്കുന്നുണ്ട്. അയാളും നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പെയിന്ററും പറയുന്നത്, ഞാനും ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മരമൊക്കെ മുറിക്കുന്ന ആ ഒരു കട്ടിംഗ് മെഷീൻ എടുത്ത് അയാളുടെ കാലുകൾ മുറിക്കുന്നുണ്ട്. കൊലപാതകയും വേദന എടുത്ത് കരയുന്നു. അയാൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാൻവാസിലും ആ ഒരു ബ്ലഡ് എല്ലാം തെറിച്ചു വീഴുന്നുണ്ട്. അതാണ് അയാളുടെ വർക്ക്. അത് കാണുമ്പോ പെയിന്റർ നിന്ന് ചിരിക്കുന്നുണ്ട്. ശേഷമാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജയ്യും ആ ഒരു മോഡലിന്റെ ശരീരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവനും ജിസുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ടേക്കാങ്ങിന്റെ സിഇഒ ആയ പാർക്കും ഇവരെ കാർ കൊണ്ട് ഇടിക്കുന്നത്. ജിസു അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. മോഡലിനെ പാർക്ക് കൊല്ലുകയാണ് ചെയ്യുന്നത്. ജയ്യും തിരിച്ച് നരക കവാടത്തിലേക്ക് എത്തുന്നു. അവനാണെങ്കിൽ പാർക്കിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് അവൻ ഓടി വന്ന് ഡെത്തിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് പിടിച്ചു വാങ്ങി അവളെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. അവളും മറ്റാരുടെയോ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് അവനും വിചാരിക്കുന്നത്. എന്നിട്ട് അവനും സ്വയം ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഡെത്തും ഇവന്റെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ നെറ്റിയിലുള്ള ആ ഒരു മുറിവും പതിയെ ഉണങ്ങി പോകുന്നു. അവൾ നേരത്തെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് മരണമില്ല എന്നുള്ള കാര്യം. ഈ ഗെയിം തുടങ്ങിയത് തന്നെ അവളാണ്. അതുകൊണ്ട് അവളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പോകുന്ന പോലെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് അവൾ പ്രവേശിക്കില്ല. അവനും നീയല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തത്? എല്ലാ മരണവും ആ ഒരു പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജിസുവിന്റെ മരണവും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടു നീ അവളുടെ ബുക്ക് വായിക്കുന്നത്. എന്തിനാണ് അവളെ മരിക്കാനായി അനുവദിച്ചത്? ഇത് വളരെ ക്രൂരമല്ലേ? നിങ്ങളൊരു ദൈവമല്ലേ? നിങ്ങൾ ഇതിനൊക്കെ അനുവദിക്കാമോ എന്ന് ചോദിക്കുമ്പോ അവളും ചിരിച്ചിട്ട്, ഞാൻ ദൈവമൊന്നുമല്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എന്ത് വേണമെങ്കിലും ആയി മാറാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ രൂപവും മാറ്റുന്നു. അത് കാണുമ്പോ ജയ്യ ഒന്ന് പേടിക്കുന്നുണ്ട്. അവനും ഇതാണോ ശരിക്കുള്ള നിന്റെ രൂപം എന്ന് ചോദിക്കുമ്പോ അവളും ആ രൂപത്തിൽ നിന്ന് മാറി ജിസുവിന്റെ രൂപത്തിലേക്ക് മാറുന്നു. അത് കാണുമ്പോ അവനും വളരെ വിഷമമാകുന്നുണ്ട്. പക്ഷെ ഇത് ജിസു അല്ലല്ലോ, ഡെത്ത് അല്ലേ. അവനും ഡെത്തിനോട് എല്ലാം നിർത്താനായി പറയുന്നുണ്ട്. ഡെത്തും ജിസുവിന്റെ മരണം നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇടപെട്ടിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. ആ ഒരു മണിക്കൂറിൽ ആ ഒരു സമയത്ത് അതേ സ്ഥലത്ത് വെച്ച് അവൾ മരിക്കേണ്ടതാണ്. അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഒരു മോഡലും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവനും അതിനർത്ഥം ജിസുവിനെ കൊല്ലുന്നത് പാർക്ക് തന്നെയായിരുന്നു. എന്തിനാ അവൻ തന്നെ അവളെ കൊലപ്പെടുത്തണം? അവളും അടുത്ത് നമുക്ക് നമ്മുടെ ഗെയിമിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോ അവനും എന്നാൽ നമുക്ക് തുടങ്ങാം, എനിക്ക് എന്തായാലും അവനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണമെന്നാണ്. പാർക്കിനെ കൊല്ലുന്ന കാര്യമാണ് അവനും പറയുന്നത്. അതിന് ഡെത്തും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൽ നീ ആരെങ്കിലും കൊല്ലാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ അതിൽ ഇടപെടും. അവനും അതിനെനിക്ക് പേടിയൊന്നുമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അവനും ആ ഒരു ഗണ്ണ് അവൾക്ക് കൊടുക്കുന്നു. അവളും എന്റെ വിലപ്പെട്ട ബുള്ളറ്റ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് തറയിൽ കിടക്കുന്ന ഒരു ബുള്ളറ്റ് എടുത്ത് അത് വളരെ വേഗത്തിൽ അവന്റെ ദേഹത്ത് കൊള്ളുന്നു. അവനെ നോക്കുമ്പോ അവൻ മറ്റാരുടെയോ ശരീരത്തിലാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ബ്ലഡും ഉണ്ടായിരുന്നു. നോക്കുമ്പോ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു പെയിന്ററിന്റെ ശരീരത്തിലാണ് അവൻ ഉണ്ടായിരുന്നത്. അവനൊരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ ആണെന്നുള്ള കാര്യം ഇപ്പോൾ അവൻ അറിയില്ല. അവനും ആ ഒരു സ്ഥലമെല്ലാം നടന്നു കാണുന്നുണ്ട്. എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അനുഭവമാണ് അവനും ഉണ്ടായിട്ടുള്ളത്. അവനും അവിടെ ക്യാൻവാസിൽ നോക്കുമ്പോ കുറെ രക്തത്തുള്ളികൾ കിടക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നുണ്ട്. അവനും മനസ്സിലാകുന്നുണ്ട് അത് രക്തം തന്നെയാണ്. ശേഷം ആ ഒരു രക്തത്തിൽ നിന്നും ആ പെയിന്ററുടെ മെമ്മറിയും ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്റെ പേര് ജോങ് ഗ്യോ ചുൾ, എനിക്ക് 34 വയസ്സുണ്ട്. ഞാനൊരു സാധാരണപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലത്തെ തന്നെ എനിക്ക് അസാധാരണമായ മറ്റൊരു കഴിവുണ്ടായിരുന്നു. എനിക്ക് നന്നായി പെയിന്റ് ചെയ്യാനായി സാധിക്കും. പക്ഷെ ഇവന്റെ കഴിവുകൾ ഒരിക്കലും ലോകം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവൻ വരയ്ക്കുന്ന എല്ലാ പിക്ചേഴ്സും ഫെയിലർ ആയിരുന്നു. അതധികം വിറ്റ് പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ നടന്നു പോകുന്ന സമയമാണ് ഒരാള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു കാറിന്റെ മുകളിൽ വന്ന് വീഴുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അവനും ഷോക്കായി അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ കിടക്കുന്ന ആളുടെ മരണം അവൻ അടുത്ത് നിന്ന് പോയി കാണുന്നു. അങ്ങനെ അന്ന് അവൻ കണ്ട ആ ഒരു കാഴ്ച അവനൊരു പിക്ചറായിട്ട് വരച്ചു വെച്ചു. ആ ഒരു ചിത്രത്തിന് ഒരുപാട് പണം ലഭിക്കുകയും അത് വിദേശത്തേക്ക് വിറ്റ് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി സീരിയസ് ആവാനായിട്ട് തുടങ്ങി. വഴികളിൽ തനിയെ നടന്നു പോകുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അത് വെച്ചിട്ട് പെയിന്റിംഗ് ചെയ്യുകയാണ് ഇവൻ
ചെയ്യുന്നത്. ആ ഒരു പിക്ചേഴ്സിനെല്ലാം തന്നെ നല്ല പണവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു സീരിയൽ കില്ലറായിട്ട് മാറുകയായിരുന്നു. ഏതാണ്ട് 15 പേരെയോളം അയാൾ കൊന്നിട്ടുണ്ട്. അവന് വിശ്വസിക്കുന്നത് ആ മരിച്ച ആൾക്കാർ അവന്റെ പെയിന്റിങ്ങിലൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ജെയ്യും കണ്ടിട്ട് അവന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അത്. ഇത്രയും വലിയൊരു ക്രൂരന്റെ ദേഹത്തേക്കാണോ ഞാൻ കയറിയത്? അവിടെ കിടക്കുന്ന ആ ഒരു പാവ കണ്ടിട്ട് അവന് ജിസുവിനെയാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയെങ്കിലും ആ ഒരു പാർക്കിനെ കണ്ടെത്തുകയും അവന്റെ പ്രതികാരം തീർക്കുകയും വേണം. ആ സീരിയൽ കില്ലറിന്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ടായിരുന്നു. അവന് മനസ്സിൽ കരുതുന്നത് ഈ ഒരു ഡീമനെ ഉപയോഗിച്ച് മറ്റൊരു ഡീമനെ ഞാൻ കൊലപ്പെടുത്തും. അങ്ങനെ അവനും പാർക്കിനെ കൊലപ്പെടുത്താനായി തീരുമാനിക്കുന്നു. ആ സമയം പാർക്കാണെങ്കിൽ ഷൂട്ടിംഗ് പ്രാക്ടീസിലായിരുന്നു. അത് വേറൊരു സൈക്കോ. അവിടെ ഷൂട്ടിംഗ് ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കുന്ന ആ മനുഷ്യനെയും അവൻ ഗൺ പോയിന്റിൽ നിർത്തുന്നുണ്ട് അയാളെ ഷൂട്ട് ചെയ്യാനായി. പക്ഷെ അയാൾ തിരിയുമ്പോ അവനും ഗണ്ണ് മാറ്റി മറ്റെവിടേക്ക് ഷൂട്ട് ചെയ്യുന്നു. ശേഷം ജെയും ജിസുവും പിന്നെ മോഡലും മരിച്ച ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നു. കൃത്യമായിട്ട് ആ ഒരു ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഒരു കാറ് നിയന്ത്രണം വിട്ട് ഇവരെ വന്നിടിക്കുകയായിരുന്നു. അവനും അവിടെയുള്ള ഒരു മാൻ ഹോൾ തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്തു നിന്നും ജിസുവിന് ഇവൻ വാങ്ങിക്കൊടുത്ത ആ ഒരു പേനയും അവനെ ലഭിക്കുന്നു. അപ്പോഴാണ് ആ ഒരു ആക്സിഡന്റ് നടന്ന സമയത്തെ കുറിച്ച് അവനും ഓർക്കുന്നത്. ആ പാർക്കം പറയുന്നത് അവന്റെ അച്ഛനെങ്ങാനും ഇക്കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ആ ഒരു സിഇഒ എന്ന പൊസിഷനിൽ നിന്നും താഴെ ഇറക്കും. അതുകൊണ്ട് ഈ ഒരു ആക്സിഡന്റ് കേസ് വക്കീലിനോട് ഏറ്റെടുക്കാനായി അവനും പറയുന്നു. അതിന് വക്കീലും അതിന് നമ്മൾ രണ്ടുപേരും കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ പാർക്കും ഞാൻ ഡ്രഗ്സ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ എനിക്ക് പകരം ജയിലിൽ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ തരും. നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ശാഖയിൽ നിനക്ക് സിഇഒ ആയിട്ട് ജോലിയും തരും. വക്കീലും അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവനും ആ ഒരു കാറിലെ ഡാഷ് ക്യാമിലുള്ള മെമ്മറി കാർഡും എടുത്ത് അവിടെയുള്ള ഒരു മാൻ ഹോളിനകത്ത് ഇടുന്നു. ഇതെല്ലാം മോഡല് മരിക്കുന്നതിന് മുന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവനും കാണുന്നുണ്ട്. പാർക്കും ജിസുവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേന ആ ഒരു മാൻ ഹോളിലേക്ക് ഇടുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശേഷം ഇവനും ടേക്കാങ് എന്ന കമ്പനിയിലേക്ക് പാർക്കിനെയും അന്വേഷിച്ച് പോകുന്നുണ്ട്. അവനും അയാൾ അന്വേഷിക്കുന്ന സമയം അയാൾ കുറച്ച് തിരക്കിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ പോകുന്ന സമയം പാർക്കും അവിടേക്ക് വരുന്നു. അവന്റെ അച്ഛനും വന്നിട്ട് നമുക്കിന്ന് എംപ്ലോയീസിന് വേണ്ടി ഒരു സെമിനാർ ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാനായി അവനോട് പറയുന്നു. ഇയാളൊരു സൈക്കോ ആണെങ്കിലും പുറമെ എല്ലാരോടും നല്ലൊരു വ്യക്തിയായിട്ടാണ് പെരുമാറുന്നത്. അവനും ലിഫ്റ്റിലേക്ക് കയറുന്ന സമയം മറ്റുള്ള എംപ്ലോയീസിനെയും ലിഫ്റ്റിൽ കയറാനായി നിർബന്ധിക്കുന്നു. നമ്മളൊരു കുടുംബമല്ലേ, നിങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം വന്നാൽ എന്താ എന്നാണ് അവരോടും പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർക്കിന്റെ അച്ഛനും കാണുന്നുണ്ട്. ആ ഒരു സെമിനാറിനും പാർക്ക് പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സൈക്കോപാത്തിനെ കുറിച്ചാണ് ആ ഒരു സെമിനാർ. അമേരിക്കയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോ അതിനകത്ത് 1000 സക്സസ്ഫുൾ ആയിട്ടുള്ള സിഇഒകളിൽ 21% സൈക്കോപാത്തിന്റെ സ്വഭാവം കാണിക്കുന്നവരായിരുന്നു. അവരൊരു സൈക്കോപാത്ത് ആയിരുന്നാലും അവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എന്നിരുന്നാലും അവർ മറ്റുള്ളവരെ കൊല്ലാനും ഒരിക്കലും മടിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിഇഒ ആയിട്ടുള്ള പാർക്കിനെ സൈക്കോപാത്തിന്റെ ഒരു ടെസ്റ്റ് എടുക്കാനായി നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നു. ആദ്യത്തെ ടെസ്റ്റിൽ 4 പേരുടെ മുഖം കാണിച്ചിട്ട് എത്ര ചിരിക്കുന്ന മുഖങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് കണ്ടെത്താനായി പറയുന്നു. ഇതെല്ലാം തന്നെ ക്യാമറയിലും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പാർക്കും ശ്രദ്ധിക്കുന്നു. അതിലെ 3 പേരാണെന്ന് പാർക്കും പറയുന്നുണ്ട്. ശേഷം അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഇതിലെ ഏതോ ഒരു മുഖം മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേതെന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോ പാർക്കും അത് 3ാമത്തേതാണെന്ന് പറയുന്നു. അതിന് ആങ്കറും എന്തായാലും ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സിഇഒക്ക് സൈക്കോപാത്തിന്റെ ഒരു സ്വഭാവവും ഇല്ല. ഇവിടെ ജെയും പാർക്കിന്റെ വീഡിയോസ് പുറത്തു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൻ അങ്ങനെ നിൽക്കുന്ന സമയം അവന്റെ മൂക്കിൽ കൂടി ചോര ഒലിക്കുകയും അവൻ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അവൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയമാണ് ഡോക്ടറും ഒരു കാര്യം അയാളോട് പറയുന്നത്. ശരിക്കും ഈ ഒരു പെയിന്ററിന് ബ്രെയിൻ ട്യൂമർ ആണ്, ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ്, ഇനി ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ലഭ്യമല്ല. അപ്പോഴാണ് ജെയിം ഓർക്കുന്നത് അവൻ ആദ്യമായി ഈ ഒരു ശരീരത്തിൽ കയറിയ സമയം ആ ഒരു കയ്യില് ബ്ലഡ് ഉണ്ടായിരുന്നത് അത് ശരിക്കും ഈ ഒരു പെയിന്ററിന്റെ തന്നെയായിരുന്നു. അത് കേട്ടിട്ട് ജെയിം ചിരിക്കുന്നു. അവനും ഇനി എത്ര നാള് എനിക്ക് അവശേഷിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ ഡോക്ടറും ഇനി 1 മാസം മാത്രം ബാക്കി. അത് കേൾക്കുമ്പോ ജെയിം അതെന്തായാലും അത്രയും കാലം എനിക്ക് മതിയാവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവനും പാർക്കിനെ തേടി പോകാനാണ് തീരുമാനിക്കുന്നത്. അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് എനിക്ക് കണ്ടെത്തണം. അപ്പോഴാണ് ജയ്ക്കും ഒരു കോൾ വരുന്നത്. ആ പെയിന്ററായ സീരിയൽ കില്ലറുടെ പിക്ചേഴ്സ് വെച്ചിരിക്കുന്ന ഒരു ഗാലറിയിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. ഒരാൾക്ക് അയാളുടെ ഒരു പെയിന്റിംഗ് അത്യാവശ്യമായിട്ട് വേണം, അത് വിൽക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാണ്. അതിന് ജെയിം അത് ഏത് പ്രാന്തനാണ് ആ വേണമെന്ന് വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവരും അത് ടേക്കാങ്ങിന്റെ സിഇഒ ആയിട്ടുള്ള പാർക്കാണെന്ന് പറയുന്നുണ്ട്. അയാള് ഇപ്പൊ നമ്മുടെ ഗാലറിയിലുണ്ട്, ഇവിടേക്ക് വരാനായി പറയുന്നു. ജെയിം വേഗം തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. പാർക്കും അയാൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെയിന്റിങ്ങിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ജെയിം ആ ഒരു പെയിന്ററായിട്ട് തന്നെയാണ് പരിചയപ്പെടുന്നത്. പാർക്കും ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായി സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോ ജെയിം പറയുന്നത് ഈ ഒരു വർക്ക് 5 ആൾക്കാരുടെ രക്തം കൊണ്ട് രൂപപ്പെട്ടതാണ്. അതിന് പാർക്കും ശരിക്കുള്ള ബ്ലഡ് ആണോ? അതെ എന്ന് അയാളും എന്ന് പറഞ്ഞ് ഒരു സൈക്കോപാത്തിനെ പോലെ സംസാരിക്കുന്നു. നിനക്കെന്റെ വർക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും, അതിന് കാരണം നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. അതിന് പാർക്കും നമ്മള് എങ്ങനെയാ ഒരുപോലെ ആകുന്നതെന്ന് ചോദിക്കുമ്പോ അതിന് ജെയിം സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഭ്രാന്തന്മാര്, ഞാൻ ആൾക്കാരെ കൊല്ലും നിന്നെ പോലെ. അത് കേൾക്കുമ്പോ പാർക്കും ഒന്ന് അതിശയിക്കുന്നുണ്ട്. ജെയിം വിഷയം മാറ്റുന്നുണ്ട്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, നിങ്ങൾ ഇത്രയും സീരിയസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ജെയിം അവിടുത്തെ ആൾക്കാരെല്ലാം പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് അവന്റെ
അവന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ആ ഒരു ടൂളും എടുക്കാനായി ശ്രമിക്കുന്ന സമയമാണ് ഡെത്ത് പറഞ്ഞ കാര്യം അവനും ഓർമ്മ വരുന്നത്. ഇവൻ ആരെങ്കിലും കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ഇടപെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ പാർക്കിന്റെ സെക്രട്ടറി അവിടേക്ക് വരുന്നുണ്ട്. ചെയർമാൻ നിങ്ങളെ കാത്തു നിൽക്കുകയാണെന്ന് പറയുമ്പോ പാർക്കും ഈ ഒരു വർക്ക് ആർക്കും വിൽക്കുന്നില്ലെന്ന് ഞാൻ കേട്ടു, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോകാനായി നിൽക്കുമ്പോ ജെയും ഞാൻ ഈ വർക്ക് നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ഇത് കൊണ്ടുപോയി വെക്കാനായി പോകുന്നത് എന്ന് ചോദിക്കുമ്പോ പാർക്കും എന്റെ വീട്ടിലാണെന്ന് പറയുന്നു. അതിന് ജെയും നിങ്ങൾ എത്രമാത്രം എന്റെ പെയിന്റിങ്ങിന് വിലമതിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിത് വിൽക്കാം. നിങ്ങളുടെ അഡ്രസ് പറഞ്ഞു തന്നാ മതി, ഞാൻ തന്നെ നേരിട്ട് ഈ ഒരു പെയിന്റിംഗ് കൊണ്ടുതരാം. അതിനുശേഷം എന്റെ സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാം. പാർക്കിനും വലിയ സംശയമൊന്നും കൂടാതെ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ജെയും അവനെ ആ ഒരു സീരിയൽ കില്ലറിന്റെ സ്ഥലത്ത് വെച്ച് കൊല്ലാനാണ് പ്ലാൻ.